ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് സ്പെഷ്യലായിട്ടുള്ള വീട്ടിൽ തന്നെ മസാലയൊക്കെ തയ്യാറാക്കിയിട്ട് ചെയ്യുന്ന നല്ല ചിക്കൻ മന്തിയുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിലൂടെ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസ് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടത് 1 ടീസ്പൂൺ ജീരകം, 2 ടേബിൾ സ്പൂൺ മല്ലി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ഗ്രാമ്പു, പട്ട, ഏലക്ക, തക്കോലം ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ചിക്കൻ മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ. പിന്നെ ഇതിലേക്ക് ഒരു പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ആദ്യം. ഇതിലേക്ക് ഞാനൊരു 10 വറ്റൽമുളകും കൂടി ചേർത്തിട്ടുണ്ട്, ഒന്ന് ചൂടാക്കിയതാണ്. ഒന്ന് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് 2 ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 കിലോ യോളം വരുന്ന 2 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിനുള്ള പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ, അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങൊക്കെ മസാലയൊക്കെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ കുക്കിങ്ങൊക്കെ വാപ്പായുടേതാണ്. അപ്പോൾ വാപ്പായാണ് ഈ മന്തി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മസാല പുരട്ടിയെടുക്കുന്നുണ്ട്. ഒരു ഫോർക്കോ കത്തിയോ കൊണ്ട് ചിക്കൻ പീസിലെല്ലാം ഒന്ന് കുത്തി കൊടുക്കണം. കാരണം മസാലയെല്ലാം ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് 1 മണിക്കൂർ, കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. കൂടുതൽ സമയമാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അടുത്തതായിട്ട് ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ഉണക്ക നാരങ്ങയും 2 പീസ് പട്ട ഇട്ടിട്ടുണ്ട്. 2 തക്കോലം, ഗ്രാമ്പു, കുരുമുളക്, ഏലക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് ഞാനൊരു 1.5 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ്. അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. ഒരു 1/4 ഭാഗം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് ഊറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ്റെ ഇത് തയ്യാറാക്കിയെടുക്കാം. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനിലെല്ലാം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് 2 മീഡിയം സൈസിലുള്ള സവാളയും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ക്യാപ്സിക്കം സവാളയൊക്കെ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. നമ്മളിത് ചേർക്കുമ്പോൾ കുറച്ച് അരപ്പ് നമുക്ക് കിട്ടും. പിന്നെ ഇതിലേക്ക് 1 പിടിയോളം പുതിനയിലയും 1 പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് കുറേശ്ശെ ഓയിലും ആ വെള്ളമൊക്കെ ഒന്ന് നമുക്കത് പുറത്തോട്ട് വരും. എന്നിട്ട് ഈ ചിക്കൻ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ആ ചിക്കനിൽ നിന്ന് നന്നായിട്ട് ഓയിലും അതിൻ്റെ ഗ്രേവിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ ഗ്രേവിയും ഓയിലും ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഗ്രേവി മാറ്റിയിട്ടുണ്ട്, ആ ചിക്കൻ്റെ പീസും മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയറായിട്ട് കുറച്ച് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ റെഡ് ഫുഡ് കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് ചിക്കൻ്റെ പീസും കൂടി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ചോറും കൂടി അതിൻ്റെ മുകളിലായിട്ടൊന്ന് തട്ടി കൊടുത്തിട്ട് ബാക്കി ഗ്രേവിയും കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ബാക്കി വരുന്ന ചിക്കൻ്റെ പീസും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് അടുക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 5-6 പച്ചമുളകും കൂടി ഇതുപോലെ ഒന്ന് ചോറിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കനൽ തയ്യാറാക്കണം. ചിരട്ട ഒന്ന് കത്തിച്ച് കനലാക്കിയിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഒരു അരമണിക്കൂറിന് ശേഷം
ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ തീ ഓഫ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കനലും മാറ്റി ആ ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചോറൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഗ്രേവിയും ചോറും എല്ലാമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ചിക്കൻ മന്തിയാണ്. ആ മസാല നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.